വെൽക്കം ടു ടേൽസ് ഓഫ് ഫിഷ. ഞാൻ ഒരു 3-4 ദിവസത്തിന് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതെൻ്റെ ലൈഫിലുണ്ടായ ഒരു അസാധാരണമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു, ഇതുപോലെ എനിക്ക് വ്യത്യസ്തമായിട്ടുണ്ടാകുന്ന എനിക്ക് എൻ്റെ പരിചയത്തിലുള്ളതും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ഉണ്ടായിട്ടുള്ള റിലേറ്റീവ്സിനും ഉണ്ടായിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള കുറേ സ്റ്റോറീസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമെന്ന്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടും നമുക്ക് വളരെ അസാധാരണമായിട്ട് സംഭവിക്കുന്ന സ്റ്റോറികൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, എനിക്ക് തന്നെ ഉണ്ടായ സംഭവങ്ങൾ നിങ്ങളുമായിട്ട് പറയുന്നതല്ലേ നല്ലത്. ഇതും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് എൻ്റെ കോളേജ് ലൈഫ് നടക്കുന്ന ടൈമിൽ സംഭവിച്ചൊരു കാര്യമാണ്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഇത് ഓർത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കിത് നല്ലപോലെ ഓർമ്മയുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ കോട്ടയം YWCയിലായിരുന്നു ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം താമസിച്ചിരുന്നത്. വളരെ നല്ലൊരു ഹോസ്റ്റലായിരുന്നു. അവിടെ സീറ്റ് കിട്ടുന്നതിന് നമുക്ക് ഒരു ലക്കായിട്ട് തന്നെ കാണാം. കാരണം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇപ്പോഴും ഞാൻ പഠിച്ചതിന് ശേഷം ഇപ്പോൾ കുറേ കൂടെ ബെറ്റർ ആയി കാണും. നമുക്ക് കഥയിലേക്ക് വരാം. ഞാൻ ഒരു ഡിഗ്രി സെക്കൻഡ് ഇയറോ തേർഡ് ഇയർ പഠിക്കുന്ന ടൈമിൽ ഇപ്പോൾ രാത്രിയിൽ നൈറ്റിലൊക്കെ നമ്മളിരുന്നു ഒരുപാട് നേരം എക്സാം ഒക്കെ വരുമ്പോൾ നമ്മൾ പഠിക്കാറുണ്ടായിരുന്നു. എനിക്ക് 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ പേരോട് പറയുന്നില്ല. എൻ്റെ റൂംമേറ്റ്സ് ആയിരുന്നു. ഞാനുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. അവരിത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് നല്ല ഓർമ്മയുണ്ട്. കാരണം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ മറക്കാറില്ല. അപ്പം നല്ലപോലെ പഠിക്കുന്ന കുട്ടികളായിരുന്നു അവർ. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ കുറച്ച് ഉഴപ്പിയായിരുന്നു. എന്നാലും എക്സാം ടൈമിൽ നമ്മളിരുന്ന് പഠിക്കുമായിരുന്നു. നൈറ്റ് 12-1 മണിയൊക്കെ ആകുമ്പോൾ വരെ നമ്മൾ പഠിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏകദേശം ഒരു ഫ്രൈഡേ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും, സാറ്റർഡേ സൺഡേ നമുക്ക് ഹോളിഡേയ്സ് ആണ്. അന്ന് ഫ്രൈഡേ ആകുമ്പം ഒട്ടുമിക്ക കുട്ടികളും വീട്ടിൽ പോകുന്നൊരു സമയമാണ്. അപ്പോൾ ഏകദേശം എല്ലാ കുട്ടികളും വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ സെക്കൻഡ് ഫ്ലോറാണെന്ന് തോന്നുന്നു. സെക്കൻഡ് ഫ്ലോറിൽ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും, വേറെ കുട്ടികളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളെ 3 പേരും കൂടെ ഒരു മുറിയിലായിരുന്നു ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. ആ ടൈമിൽ ഏകദേശം ഒരു രാത്രി ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഒരു 10, 12:30, 1 മണിയൊക്കെ ആയി കാണും ആ ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പഠിക്കുന്ന ഈ ടൈമിൽ പെട്ടെന്ന് അതിഭയാനകമായിട്ടുള്ള ഒരു സൗണ്ട് നമുക്ക് കേട്ടു. ഞങ്ങൾക്ക് 3 പേർക്കും കേട്ടു. അത് കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഏകദേശം ഒരു വളവ് പോലുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇങ്ങനെ വണ്ടികൾ കയറി വരുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനത്തെ അപ്പം ഈ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ഭയങ്കര ഒരു ബസ് വന്ന് വേറൊരു ബസ്സിനെ ഇടിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് പോലെ നമുക്കത് കേൾക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് അത് കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റത്തേക്ക് കുറച്ച് ഭയങ്കര ബഹളം. പെട്ടെന്ന് കറണ്ട് അങ്ങ് പോയി. അപ്പോൾ പിന്നെ നമുക്കൊന്നും ഓടിച്ചെല്ലാനോ നോക്കാനോ അവസ്ഥയായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ഹോസ്റ്റലിലായിരുന്നു. പക്ഷേ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഭയങ്കര ബഹളവും, അതുപോലെ തന്നെ ഭയങ്കര ബസ് വെട്ടിപ്പൊളിക്കുന്ന സൗണ്ടും, ചില്ല് പൊട്ടുന്ന സൗണ്ടും, കരച്ചിലും, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പം കറണ്ട് പോയപ്പോഴത്തേക്കും നമുക്ക് പുറത്തോട്ടിറങ്ങി ഏതാണെന്നൊന്നും നമുക്ക് ചോദിക്കാനോ എടുക്കാനോ പറ്റത്തില്ല. ഈ ടൈമിൽ ഓടി അവിടെ ജനലിൻ്റെ അടുത്ത് ചെന്നപ്പോഴും, നമ്മുടെ ഫ്ലോർ പൂട്ടുമല്ലോ, നൈറ്റൊക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് പൂട്ടുമല്ലോ. പക്ഷേ നമുക്ക് പുറത്തുനിന്നൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ഈ സൗണ്ടുകൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തു. ഏകദേശം ഞങ്ങൾ വിചാരിച്ചു വലിയൊരു അപകടം ഉണ്ടായി. അതിനുശേഷം കുറേ ആൾക്കാർ മരിച്ചുപോയി, അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് ഭയങ്കരമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അപകടം പറ്റി, പരിക്ക് പറ്റി എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ വിചാരിച്ചത്. പിന്നെ കുറേ നേരത്തേക്ക് ബഹളങ്ങളും കാര്യങ്ങളൊക്കെ പോലെ തോന്നി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം ഇതിങ്ങനെ പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വേറെ റൂമിൽ നിന്നും ആരും ഇറങ്ങി വന്നിട്ടൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ റൂം അടച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം അവർക്ക് വീട്ടിൽ പോകണം. രാവിലെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിൽ വരണം, വീട്ടിലെന്തോ അത്യാവശ്യത്തിന് വരണമെന്ന് എന്നോട് പറഞ്ഞു. അവധിയാണ്, അമ്പലത്തിൽ എവിടെ പോകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ രാവിലെ തന്നെ അതൊരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോകാനായിട്ട് ഓട്ടോ ഉണ്ടല്ലോ. ഓട്ടോയിൽ ഒരു ഓട്ടോ ഹോസ്റ്റലിൻ്റെ മുന്നിൽ വന്നപ്പം അത് കയറി ഞാൻ ബസ് സ്റ്റാൻഡിലോട്ട് പോകാനായിട്ട് കയറി കഴിഞ്ഞപ്പം എൻ്റെ ഫ്രണ്ട്സ് പോയില്ല. അവരുടെ വീട് ഇവിടെയൊന്നും ഇല്ല, അവർ ദൂരെ, പിന്നെ അവർ പുറത്തൊക്കെയുള്ള കുട്ടികളാണ്. അതുകൊണ്ട് അവർക്ക് വീട്ടിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഓട്ടോയിൽ കയറി ഓട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് വശവും അതിൻ്റെ പരിസരമൊക്കെ നല്ലപോലെ നോക്കിയിരുന്നു. പക്ഷേ ആ ടൈമിൽ അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതിൻ്റേതായിട്ടുള്ള യാതൊരുവിധ ലക്ഷണങ്ങൾ കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഒന്നും അങ്ങനത്തെ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂറല്ല, ഒരു 5-6 മണിക്കൂറിന് മുമ്പ് സംഭവിച്ച ഒരു കാര്യം അവിടെ ഉണ്ടായതായിട്ട് നമുക്ക് തോന്നുന്നില്ലായിരുന്നു. ഞാൻ ആ ഓട്ടോ ചേട്ടനോട് ചോദിച്ചു, ഇന്നലെ ഇവിടെ എങ്ങാനും വല്ല ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടോയെന്ന്. പുള്ളിക്കാരൻ പറഞ്ഞു, അങ്ങോട്ട് ഇന്നലെ ഈ ജില്ലയിൽ പോലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഇങ്ങനെ എന്താ അങ്ങനെ ചോദിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, സംഭവം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് ഭയങ്കര അതിശയകരമായി. ഞാൻ വീട്ടിലെത്തിയ ശേഷം പത്രത്തിലൊക്കെ നോക്കി, ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ച് ചോദിച്ചു. അങ്ങനത്തെ ഇഷ്യൂ അവിടെ നടന്നിട്ടില്ല. ഇതിൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുക കുറേ ദിവസങ്ങളായിട്ട്. പിന്നീട് ഫ്രണ്ട്സുമായിട്ട് അത് ഡിസ്കസ് ചെയ്യാനുള്ളൊരു ടൈമൊന്നും എനിക്ക് കിട്ടിയില്ല തോന്നിയിരുന്നു. കുറേ വർഷമായില്ലേ. അതിനുശേഷം ഞാൻ
ഇതിൻ്റെ ഒരു വേറെ ഒരു എന്നാലും നമുക്കിതൊരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും. കാരണം ഇതെന്താ സംഭവിച്ചത്, എന്താണ് ഇതിങ്ങനെയൊക്കെ നടക്കാനുള്ള കാരണങ്ങൾ, എന്താണ് ഈ സൗണ്ട്, ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല, പിന്നെ രാത്രിയിൽ എന്താണ് കേട്ടത് ഈ കരച്ചിലും ബഹളവും, ഈ ആക്സിഡൻറ്റിന് ശേഷം നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞ പോലെ ഇതുപോലത്തെ വെട്ടിക്കീറുന്ന സൗണ്ടും ചില്ല് പൊട്ടുന്ന സൗണ്ടും ഇതൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലിങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥത പോലെ നമുക്കിങ്ങനെ തോന്നും. ആ ഒരു ടൈമിൽ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പം പുള്ളിക്കാരി പറഞ്ഞു പുള്ളിയുടെ ഒരു റിലേറ്റീവ് ഉണ്ട്, അത് ഒരു പള്ളിയിലെ അച്ഛനാണ്, പുള്ളിക്കാരനോട് ഈ കാര്യം ഒന്ന് പറയാം. അപ്പോൾ പുള്ളിക്കാരി ചെന്ന് സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ ഇതിനൊരു എക്സ്പ്ലനേഷൻ തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എങ്കിൽ നമ്മുടെ ആ ദിവസം ഞങ്ങൾ കേട്ട ദിവസം നടന്നിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സമയത്ത് ഇതേ ടൈമിലും ഇതേ സിറ്റുവേഷനിലും എല്ലാം കൂടെ ഒന്നിച്ചുള്ള ഒരു സമയത്ത് അവിടെ ഇതുപോലൊരു ആക്സിഡൻറ്റ് അവിടെ നടന്നിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷേ ആ ടൈമും സമയവും പ്രകൃതിയുടെ ആ ചുറ്റുപാടും എല്ലാം കൂടെ ഒന്നിച്ച് വന്നപ്പോഴത്തേക്കും ഒന്നിച്ച് ആ ഒരു ടൈം വന്നപ്പം അത് റീക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തായിരിക്കും. അങ്ങനെ ഒരു കാര്യം നമുക്ക് ചിന്തിച്ചുകൂടെ? അതായിരിക്കും അവിടെ സംഭവിച്ചത്. അതായിരിക്കും നമ്മളിപ്പോൾ പ്രത്യക്ഷത്തിൽ ഈ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ഓരോ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നടക്കുന്ന ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്ന പോലെയാണ്. അത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ആ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന പോലെ ആയിരിക്കാം. അത് ആ ടൈമും സംഭവവും ആ ഈ ഇൻസിഡൻറ്റ് നടന്ന ടൈമും ആ ഒരു എല്ലാം കൂടെ കണക്റ്റായിട്ട് വന്നപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്തതാണോ എന്നായിരിക്കും അവിടെ നടന്ന സംഭവം എന്നാണ് പുള്ളി പറഞ്ഞത്. ഒരുപക്ഷെ അതായിരിക്കാം. കാരണം നമുക്കിത് തെളിയിക്കാനുള്ള തെളിവുകളോ ഒന്നും തന്നെ ഇല്ല. അപ്പം ഞാനിത് പറയുമ്പോൾ പലർക്കും തോന്നില്ല, അല്ലെങ്കിൽ ചിലപ്പം ചിലർ പറയുമായിരിക്കും ഒരുപക്ഷെ ഇത് ചില ഭ്രാന്തമായ ചിന്തകളാണ്, ഓവർ തിങ്കിങ് ആണെന്നൊക്കെ പറയാം. പക്ഷേ ഇത് സത്യത്തിൽ സംഭവിച്ച ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എൻ്റെ ലൈഫിൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഒരുപക്ഷെ എല്ലാവരുടെയും ലൈഫിലൊക്കെ സംഭവിച്ചു കാണും. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത്ര അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ തലമുഖം ഞാലോചിക്കുന്ന പോലെ മറ്റുള്ളവർ ഇത് ചിലപ്പോൾ ചിന്തിക്കുന്നില്ല. ഓക്കെ, സ്വാഭാവികമായിട്ട് നടന്നൊരു കാര്യം, ഒരു സൗണ്ട് കേട്ടു അത്രയും തന്നെ അങ്ങ് വിചാരിക്കാം എന്നൊക്കെ പോലെ കടന്നു പോകും. പക്ഷെ നമുക്ക് ഓരോ സംഭവത്തിനും ഓരോ ഉത്തരങ്ങളുണ്ട്. കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ നടക്കും. അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥത തോന്നും. അതിൻ്റെ പുറകെ ഞാൻ നടക്കും. അത് എന്താണെന്ന് എനിക്കൊരു ചെറിയൊരു ഉത്തരം കിട്ടിയാൽ മതി. ഓക്കെ, ഈ ഒരു ഉത്തരം കിട്ടിയപ്പോൾ ഞാൻ ഏകദേശം ഓക്കെ ആയി. ശരിക്കും അതായിരിക്കും അവിടെ സംഭവിച്ചത്. തെളിയിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അന്നത്തെ ആ ഒരു രാത്രിയിൽ കേട്ട എൻ്റെ ചെവിയിൽ ഞാൻ കേട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് അന്നുണ്ടായിട്ടുള്ള അനുഭവം മാത്രമേ ഉള്ളൂ നമുക്ക് തെളിവായിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കേൾക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. ഞാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഒരു കഥയായിട്ട് മനസ്സിലിത് ഉൾക്കൊള്ളുക, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മളൊക്കെ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭൂമി മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ വളരെ തിരക്കേറിയ ഈ ലൈഫിൻ്റെ ഇടയിൽ നമുക്കതൊന്നും ശ്രദ്ധിക്കാനോ ചിന്തിക്കാനോ ഉള്ള ടൈം ഇപ്പോഴില്ല. കൂടുതലും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മളിപ്പം എല്ലാവരും അന്വേഷിക്കാനൊക്കെ പോകത്തുള്ളൂ. അതിനുള്ള സമയം ആർക്കും ഇല്ല, അതാണ് സത്യം. അപ്പം ഞാൻ പുതിയൊരു കഥയും ഒരു സ്റ്റോറിയും ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ബൈ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ.